65 വർഷത്തെ വിശ്വസ്തത, തലമുറകൾ നെഞ്ചേറ്റിയ ഗുണമേന്മയുടെ സമാനതകളില്ലാത്ത പാരമ്പര്യം. മനം കവരുന്ന പട്ടുസാരികൾ, ഡിസൈനർ വെയറുകൾ, മനോഹരമായ ലഹങ്കകൾ, പാർട്ടി വെയർ ചുരിദാറുകൾ, കുർത്തകൾ, ജെൻസ് കിഡ്സ് വസ്ത്രങ്ങൾ, കൂടാതെ എല്ലാത്തരം പ്രായക്കാർക്കുമുള്ള ലേറ്റസ്റ്റ് കളക്ഷനുകളുടെ വിപുലമായ ശേഖരം. കല കാലത്തിനൊപ്പം കമനീയമായി. കല ടെക്സ്റ്റൈൽസ്, ഓട്ടുപാറ. കോൺടാക്ട് 04884232 വേലൂർ പഞ്ചായത്തിലെ വെള്ളാറ്റഞ്ഞൂർ ചെറുകുന്ന് ഹരിജൻ നഗറിലെ കുടുംബങ്ങൾ മണ്ണിടിച്ചിൽ ഭീഷണിയിൽ. മൊബൈൽ ഫോൺ ടവർ നിർമ്മാണത്തിന് വലിയ കുഴിയെടുത്തതാണ് ആശങ്കയ്ക്ക് കാരണം. 2 കുടിവെള്ള ടാങ്കുകളും തകർച്ചാ ഭീഷണിയിലാണ്. വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തിയിട്ടുണ്ട്. പഞ്ചായത്തിലെ 3-ാം വാർഡിലാണ് 24 കുടുംബങ്ങൾ താമസിക്കുന്ന ചെറുകുന്ന് ഹരിജൻ നഗർ സ്ഥിതി ചെയ്യുന്നത്. ഇതിന് മുകളിലുള്ള കുന്നിടിച്ചാണ് മൊബൈൽ ഫോൺ ടവർ നിർമ്മാണത്തിനായി വലിയ കുഴിയെടുത്തിട്ടുള്ളത്. മണ്ണൊലിപ്പ് സാധ്യത നിലനിൽക്കുന്ന പ്രദേശത്ത് വലിയ തോതിലുള്ള മണ്ണെടുപ്പും ആഴത്തിൽ കുഴിയെടുത്തിട്ടുള്ളതും പ്രദേശവാസികളിൽ ആശങ്കയ്ക്ക് ഇടയാക്കിയിരിക്കുകയാണ്. 3-ാം വാർഡിലേക്ക് കുടിവെള്ളം വിതരണം ചെയ്യുന്നതിനായി 50 വർഷം മുമ്പ് നിർമ്മിച്ച വലിയ ടാങ്കും 2, 3, 4 വാർഡുകളിലേക്ക് പഞ്ചായത്ത് ജലവിതരണത്തിനായി സ്ഥാപിച്ച ടാങ്കും മണ്ണെടുത്തതിനെ തുടർന്ന് അപകട ഭീഷണി നേരിടുകയാണ്. മധ്യത്തിലായിട്ട് വലിയൊരു കുഴിയെടുത്തിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ, അത് 2 ടാങ്കിനും ഭയങ്കര ഭീഷണിയാണ്. തൊട്ടടുത്ത് ഞങ്ങൾ ഈ ചെറുകുന്ന് നിവാസികൾ വീടുകൾക്ക് ഇത് പൊട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീടുകൾക്കും ഞങ്ങൾക്ക് ജനങ്ങൾക്കും ഭയങ്കര പ്രശ്നമാവും. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇപ്പോൾ ഈ കുടിവെള്ളത്തിനും ഇതുള്ള ഭീഷണിയും ഉള്ള സാധനം, പിന്നെ ഈ മഴ പെയ്തിട്ട് ഇങ്ങനെ ഇത് വന്നിട്ടുള്ള സാധനം കുന്നിൻ്റെ മുകളിലാണ്, മണ്ണിനാണെങ്കിൽ തീരെ ബലമില്ല. അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് ഈ കുഴി തൂർത്തിട്ട് ഞങ്ങൾക്ക് ഇത് ബലപ്പെടുത്താൻ വേണ്ടിയിട്ട് എല്ലാ പരിപാടികളും പെട്ടെന്ന് ചെയ്തു തരണമെന്ന് ഞങ്ങൾ വേണ്ടപ്പെട്ടവരോട് പറയുകയാണ്. അപ്പോൾ ഇതിൻ്റെ തുടർ നടപടികളായിട്ട് നടക്കുന്ന വർക്കുകൾ നിർത്തിവെച്ച് എത്രയും പെട്ടെന്ന് ഈ കുഴി തൂർത്തിട്ട്, ഈ മഴ കൂടി വരികയാണ്, ഇനി എന്തും സംഭവിക്കാം. ജനങ്ങൾക്കും ഭീഷണിയാണ്, നാടിനും ഭീഷണിയാണ്. അപ്പോൾ ഈ കുടിവെള്ളം മുട്ടും ചെയ്യും, പിന്നെ താഴത്ത് താമസിക്കുന്ന ആൾക്കാരുടെ ജീവനും ഭീഷണിയാണ്. അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് ഇത് കുഴി തൂർക്കാനുള്ള പരിപാടിയാണ് ഞങ്ങൾ നോക്കുന്നത്. കുടിവെള്ള ടാങ്കുകളോട് ചേർന്നാണ് മണ്ണെടുത്ത് വലിയ കുഴി ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിനെതിരെ അധികൃതർക്ക് പരാതി നൽകിയിട്ടും ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുന്നില്ലെന്ന് വാർഡ് മെമ്പർ ശ്രീമതി ജനാർദ്ദനൻ പറഞ്ഞു. ഈ വാർഡിൽ ഇവിടെ 24 കുടുംബങ്ങൾ SC കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. 3 സെന്റ് 5 സെന്റ് എന്നിവ സ്ഥലമുള്ള ആൾക്കാരാണ് ഇവിടെ താമസിക്കുന്നവർ. ഇത്ര വലിയൊരു ടവറിന്റെ കുഴി കുഴിച്ചിട്ട് വാട്ടർ അതോറിറ്റിയിലും കളക്ടറേറ്റിലും റവന്യൂ വകുപ്പിലും പഞ്ചായത്തിലും എല്ലാം ഞങ്ങൾ കൊടുക്കുകയും അതിന് തിരിച്ചൊരു തീരുമാനം ഉണ്ടാവാതിരിക്കുകയും ചെയ്തു. തുടർന്ന് ഞങ്ങൾ ഇതെന്ത് ചെയ്യണമെന്ന് മഴക്കാലം തുടങ്ങിയപ്പോൾ പ്രസിഡന്റിനോട് ചോദിക്കുകയും പ്രസിഡന്റ് പറയുകയും ഇത് തൂർത്ത് ഇത് തൂർത്തോളം, എന്നിട്ട് പിന്നെ നമുക്ക് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഞങ്ങൾ തൂർക്കാൻ നിന്നപ്പോൾ പോലീസ് വന്ന് തടയാണ് ചെയ്തത്. ഇനി ഇന്നലെ പറഞ്ഞത് പ്രസിഡന്റിനോട് ഇന്ന് തൊട്ടിട്ട് ടവറിന്റെ പണി തുടങ്ങാനുള്ള തീരുമാനമാണ്. 4 സെന്റിമീറ്റർ നീക്കിയിട്ട് ടവർ പണിത് തുടങ്ങാമെന്നാണ് ഇപ്പോൾ അവിടുത്തെ തീരുമാനം വന്നേക്കുന്നത്. ഇത് ടവർ പണിയായാലും വേണ്ടില്ല, വേറെ എന്ത് പണിയായാലും വേണ്ടില്ല, ഇത് ജനങ്ങൾക്കൊരു വലിയൊരു ഭീഷണിയായി നിൽക്കുന്ന കാര്യത്തിന് ഇതെന്തൊരു തീരുമാനം എടുക്കേണ്ടത്? ഒന്നാലെ ടവർ ഉടമയായിരിക്കണം, അല്ലെങ്കിൽ ജോബ് എന്ന് പറഞ്ഞ വ്യക്തിയായിരിക്കണം. ജോബിന്റെ ഇതിന്റെ താഴത്ത് ഈ ടവറിന്റെ തൊട്ടടുത്ത സ്ഥലം കംപ്ലീറ്റ് അയാൾ മണ്ണെടുത്ത് അതിൽ തെങ്ങ് വെക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഇടിഞ്ഞു കഴിഞ്ഞാൽ മുഴുവനും ആ പറമ്പിലേക്കാണ് പോവുക. അപ്പൊ അയാൾ തന്നെ ഇതിന് ഞങ്ങൾക്ക് എന്താണ് പരിഹാരം എന്നുള്ളത് എല്ലാ സ്ഥലങ്ങളിലും കൊടുത്തിട്ടും യാതൊരു ഇതും ഉണ്ടായിട്ടില്ല. അപ്പൊ ഞങ്ങൾക്ക് പഞ്ചായത്തിൽ പരാതിപ്പെട്ടപ്പോൾ കുഴി മണ്ണിട്ട് നികത്തുവാനാണ് പ്രസിഡന്റ് നിർദ്ദേശം നൽകിയതെന്നും ഇതിന് ശ്രമിച്ചപ്പോൾ സ്ഥലം ഉടമയുടെ പരാതി പ്രകാരം പോലീസ് വന്ന് തടഞ്ഞെന്നും വാർഡ് മെമ്പർ പറഞ്ഞു. ടവർ നിർമ്മാണത്തിനായി എടുത്ത കുഴി മണ്ണിട്ട് നികത്തിയാൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പ്രദേശവാസികളെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി പോലീസ് അറിയിച്ചിട്ടുണ്ട്. പഞ്ചായത്തിലും ജില്ലാ കളക്ടർക്കും റവന്യൂ വകുപ്പിലും പരാതിപ്പെട്ടിട്ടുണ്ടെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. തങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം തരണമെന്ന് ആവശ്യപ്പെട്ട് വീണ്ടും ജില്ലാ കളക്ടറെ സമീപിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് നാട്ടുകാർ. You are watching VCV News.